ആത്മഹത്യ ചെയ്ത വയനാട് DCC മുൻ ട്രഷറർ NM വിജയന്റെ സാമ്പത്തിക ബാധ്യത തീർത്തു KPCC. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്കിലെ 60 ലക്ഷം രൂപയുടെ കുടിശ്ശിക അടച്ചു തീർത്തു. പറഞ്ഞ കാര്യം നീതിപൂർവകമായി കോൺഗ്രസ് പൂർത്തീകരിച്ചെന്ന് കൽപ്പറ്റയിലെ നമ്മുടെ MLA T. സിദ്ദിഖ് 24 പറഞ്ഞു. ഔദ്യോഗിക അറിയിപ്പ് ലഭിച്ചിട്ടെന്നാണ് NM വിജയന്റെ കുടുംബം പ്രതികരിച്ചത്. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നാണ് വയനാട് മുൻ DCC ട്രഷറർ NM വിജയനും മകൻ ജിജേഷും ആത്മഹത്യ ചെയ്തത്. ബത്തേരിയിലെ സഹകരണ ബാങ്കുകളിലെ നിയമനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ അറിവോടെ പാർട്ടിക്കായി പണം വാങ്ങിയെന്നും എന്നാൽ നിയമനം നടക്കാതെ വന്നപ്പോൾ ബാധ്യത മുഴുവൻ തന്റെ തലയിലായി എന്നുമാണ് NM വിജയൻ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നത്. ഏറ്റെടുത്ത കടം അടച്ചു തീർക്കുമെന്ന് KPCC പ്രസിഡന്റ് വയനാട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു. കടമടച്ചു തീർക്കാത്തതിനെ തുടർന്ന് വിജയന്റെ മരുമകൾ DCC ഓഫീസിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുമെന്ന് പ്രഖ്യാപിച്ചത് വിവാദമായിരുന്നു. പിന്നാലെയാണ് കൂടുതൽ വിവാദങ്ങളിലേക്ക് കാര്യങ്ങൾ പോകും മുൻപ് KPCC കുടിശ്ശിക അടച്ചു തീർത്തത്. അത് ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് KPCC അയച്ചിട്ടുണ്ട്. 59,23,000 സംതിങ് വരും. പാർട്ടി പറഞ്ഞ തീയതികൾ ലംഘിച്ചപ്പോഴാണ് പരസ്യപ്രതികരണം നടത്തേണ്ടി വന്നതെന്ന് NM വിജയന്റെ മരുമകൾ പത്മജ. അച്ഛൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പാർട്ടിക്ക് വേണ്ടി വെച്ചിട്ടുള്ള ബാധ്യതയാണ് എന്നുള്ളത്. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് കിട്ടേണ്ടത് എന്റെ കുടുംബത്തിന്റെ ആവശ്യമാണ്. പറഞ്ഞ കാര്യങ്ങൾ കോൺഗ്രസ് പൂർത്തീകരിച്ചെന്ന് കൽപ്പറ്റ MLA T. സിദ്ദിഖ്. പാർട്ടി നേരത്തെ സംസാരിച്ച് ടേക്ക് ഓവർ ചെയ്തതാണ്. ആ ബാധ്യത പൂർണ്ണമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ന് അടച്ചു തീർക്കുകയുണ്ടായി. ഷഫീദ് റൌത്തർ 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.